എല്ലാറ്റിനും നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവണം. കമലതളത്തിലെ പാട്ട് ശരിക്കും രവീന്ദ്ര മാഷ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അസാധ്യമായിട്ട്. രവിയേട്ടനായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും അത്. രവിയേട്ടനും അത് ആത്മാർപ്പണമായിട്ട് ചെയ്തതാണ്, ഞാനും അതെ. ദാസേട്ടൻ അങ്ങനെ പാടിയതാണ്. വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ എഴുത്തിലും ട്യൂണിലും പാടിയതിലും സിറ്റുവേഷനിലും പടത്തിലും എല്ലാറ്റിലും വിജയിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല പാട്ട്. അത് പ്രമോദവനാണ് ആദ്യത്തെ പാട്ട്, എല്ലാം കൊണ്ടും നമ്പർ 1 പാട്ട്. പിന്നെ വികാരം നോക്കുക, മായാമയൂരം, അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകളുണ്ട്. കണ്ണീർ പൂവ്, അതെ, കുറേ പാട്ടുകളുണ്ട്. അങ്ങനെ അതിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ അതുപോലെ ഭരതേട്ടൻ്റെ പാട്ടുകളിൽ ഭരതേട്ടനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഡയറക്ടർ. അസാധ്യമാണ്. അയ്യോ, നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഞാൻ വികാരനൗകികമായി പറഞ്ഞതുപോലെ അഴകേയില്ലേ, അതില് ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി, അതിനെ പറ്റിയിട്ട് ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. അത് ഏഴാങ്കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി സാറ് പറയുമ്പോ എന്തായിരുന്നു ശരിക്കും? വയലാറൊക്കെ പോയിട്ടുണ്ട്. ഏഴാങ്കടലിനക്കരെ ഏഴിലം പാല എന്നൊക്കെ പറയില്ലേ, ഒരു ഏഴിലം പാല, അതങ്ങനെ ഉപയോഗിച്ച ഞാൻ എപ്പോഴും കടലിന്റെ അങ്ങേയറ്റത്ത്. അതൊരു സങ്കല്പമാണ്, സങ്കല്പലോക. അതേപോലെ സാറ് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ സിനിമയാണ്. അവിടുന്ന് വിട്ടുപോയതാ, ആകാശത്ത് നിന്ന് വിട്ടു, ഭൂമിയിൽ വന്നുമില്ല. അയാൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരു കുട്ടി ഉണ്ടാവില്ല, അവിടെ സ്ഥാനവുമില്ല. ആ സ്ഥാനം ഇല്ലാത്ത ഒരാളാണ് ഈ ഗന്ധർവൻ. അതന്നെയാണ് അതിൽ ആ പല്ലവി മുഴുവൻ അതാണ്. അത് തന്നെ സിനിമയാണ്. അതിന് മറ്റൊരു വിശേഷവും കൂടെ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ സാറിന് പല സ്ഥലത്തും ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അതെ അതെ, അതൊരു ഭയങ്കര ഒരു ഇതല്ലേ, നമ്മൾ എഴുതിയ ഒരു വരി സംവിധായകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് രസമുള്ള പരിപാടിയാണ്. പപ്പാട്ടനും അത് ചെയ്തു തന്നെ അങ്ങനെ കേട്ടോ. അത് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പാട്ടൻ മറ്റുള്ളതുപോലെ ഒന്നല്ല, ഇത് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ആദ്യം എന്നോട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞു, മുഴുവൻ ഞാൻ വായിച്ചു. അതാണ് അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അത് ജോൺസനെ കൊണ്ട് വായിപ്പിച്ചിരുന്നു. ജോൺസൺ എന്നോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ആരെയും ഒരാൾ വായിച്ചാൽ മതി, ഇത് പരസ്പരം വരും, ഇതല്ല. എന്നിട്ട് പക്ഷേ അതിൽ എനിക്ക് തോന്നിയത്, അന്ന് തോന്നിയതാണ് കേട്ടോ, പപ്പടിനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ത്രില്ല് പോയി. എഴുതി കഴിഞ്ഞിട്ട് ശുഭം എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടായി. പിന്നെ അത് ചെയ്യേണ്ടത് ഭരതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പടമായ തന്നെ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് പപ്പടിനെ തന്നെ വേണം ചെയ്യണം തോന്നിയിട്ടാണല്ലോ ചെയ്തത്. പക്ഷെ അത് ശ്രദ്ധിക്കുന്നതാണ്. അത് എനിക്കും ജോൺസണും തോന്നിയിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അത്ര റിലാക്സ്ഡ് ആയിക്കൂടാ, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവണം. അവിടുന്ന് ടെൻഷൻ വേണം. ആ ടെൻഷൻ പോയി. അതെനിക്ക് തോന്നിയിരുന്നത്. പപ്പട്ട സാധാരണ ഇല്ലാത്ത പോലെ മുണ്ട കൊടുത്ത് നടക്കുകയും എന്നിട്ട് കടപ്പുറത്തൊക്കെ നടക്കുകയൊക്കെ ചെയ്തു വരും. ഈ പാട്ട് ചെയ്യുന്നതിനിടയിൽ റിലാക്സ്ഡാണ്. ആ റിലാക്സേഷൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതിൻ്റെ വരികളിലേക്ക് വന്നാൽ ആലപ്പൂവയില് അതുപോലെ മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ, അതെ, അതാണ് സിനിമ. അതെ, അയാളെന്നെ പറഞ്ഞിട്ടില്ല, നീ വിചാരിച്ചാൽ എപ്പോഴും തൊട്ടാൽ ഞാൻ വരാം എന്നുകൊണ്ട് ഈ മുത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയാണ് ആ മാരൻ. എന്നിട്ട് അതാണ് കൊടുത്തത് ഇവക്ക് കഴുത്തിലിടാൻ. നീ അത് തൊട്ടാൽ മതി, ഞാൻ വരും. അതാണ് കഥ. അതിനടുത്ത വരിയെന്ന് പറയുന്നത് തങ്ക കൈകളിലേക്കും നവലോകങ്ങൾ. അതെങ്ങനെയാണ് സാറേ അത് വ്യാഖ്യാനം? അല്ല, ഈ തൊട്ടാൽ മതി, എനിക്ക് ആവശ്യമുള്ള ലോകം, പുതിയ ലോകം വരും. ഈ കൈകളിൽ ഒതുങ്ങും നവലോകങ്ങൾ. അത്രയ്ക്കും എനിക്ക് എന്തും തരാൻ പറ്റും. ഈ ലോകത്തിലെ ഏത് കാര്യവും എനിക്ക് തരാൻ പറ്റും. നീ അത് തൊട്ടാൽ മതി, എന്നിട്ട് നിന്റെ കയ്യിലേക്ക് തരാം. നമ്മൾ വികാരനൗകികമായിട്ട് പറയുമ്പോൾ ഈ കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ വേളിപ്പുടവ് ഒരുങ്ങി എന്ന് പറയുമ്പോൾ ഈ വേളിപ്പുടവ് ഒരുങ്ങുന്നതാണ് ആ സന്ദർഭം എന്ന് പറയുന്നത്. ഈ പറയുന്ന മാതിരി കണ്ണീരുപ്പും കടലിൻ്റെ ഉപ്പും ഈ മണലിലുണ്ടാവും. അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ അത് എഴുതി പോകുമ്പോൾ സാറിന് അത് അങ്ങനെ സംഭവിക്കുന്നതാണോ, അത് എന്ത് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണോ അത് അത്രയും സിങ്കായിട്ട് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു കാര്യം പറയാം, ഈ വേളിപ്പുടവാന്ന് പറയാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയാം. പക്ഷേ കേരളത്തിലെ പരശുരാമൻ കൊണ്ടുവന്ന ആൾക്കാരാരാന്നറിയാം, മുക്കവന്മാരെ. അങ്ങനൊരു വലിയൊരു ഇതുണ്ട്. കടപ്പുറത്താണ് പരശുരാമൻ മലയുടെ മുകളിൽ നിന്നിട്ടല്ല പറഞ്ഞത്, കടപ്പുറത്താണ് വന്നത്. കടപ്പുറത്തേക്കാണ് ആൾക്കാരെ കൊണ്ടുവന്നത്. അത് വടക്കൻ കേരളത്തിലെ ആൾക്കാർ ആണ് വന്നത്. അത് മാത്രമല്ല, ഇപ്പോഴും ഇല്ലം എന്നാണ് അവരുടെ വീട്ടുപേര്. ഞാൻ അവരുടെ വീടുകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇവിടെയും മറ്റുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ട്.
ഒരു ചെമ്പിലരയൻ എന്ന് പറയുന്നത് അതിൽ ഇല്ലം എന്നാണ്, 4 ഇല്ലക്കാരാണ് അവർ. അതുപോലെ അവർക്ക് അവരുടെ ഈ മരണ ചടങ്ങുകൾ മുഴുവൻ, വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഇപ്പോഴും നമ്മൾ ബ്രാഹ്മണരുടെ ചടങ്ങാണ്. ഈ മീൻ പിടിക്കലൊക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തിനാണ് 4-ാം ദിവസം മീൻ പിടിക്കും രണ്ടാളും കൂടി. അത് ബ്രാഹ്മണരുടെ ചടങ്ങാണ്, അത് മുക്കുവൻ്റെ ചടങ്ങാണ് അല്ലേ മീൻ പിടിക്കുന്നത്. അവർക്ക് ഇങ്ങോട്ടും ഉണ്ട്. അതാണ് ശരിക്കും ഞാനത് അങ്ങനെ വേളിപ്പടം എഴുതാൻ കാരണം. അതിലൊക്കെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ അതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു രസമുണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിന് ഒരു സംസ്കാരം അറിയാതെ വന്നതാണ്. അതിൽ പരിഭവങ്ങളിൽ താനന തനതന ഇങ്ങനൊരു താളം നിങ്ങൾ ഒരു പാട്ടിൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. തനന 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 തനന. ഇത് ഭാഗവതത്തിലുള്ളത്. ഗോപിക ഗീതത്തിൽ ഭാഗവതത്തിൽ ഇത് തവബിലോകനാൽ ഗോപിക ജന പ്രമദ സങ്കുല പങ്കജേക്ഷണ. ഇതേ താള പറഞ്ഞിട്ടുണ്ട്, രവിയേട്ടുണ്ട്. ഇത് താൻ അറിയാതെ വന്നതാണ്, പക്ഷേ ഇത് വന്നിട്ടുണ്ട്. ആ സംസ്കാരത്തിലുള്ളതാണ്, അറിയാതെയുള്ള സംസ്കാരം വന്നതാണ്. അതാ പറഞ്ഞ അപൂർവമായൊരു സംഭവമാണ് രവിയേട്ടൻ. അതിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് അറിയില്ല നമുക്ക്. ഈ താളം ഭയങ്കര സംഭവമാണ്. ഞാൻ ഇങ്ങനെയാക്കിയത്, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമേ വിരഹവേളയിൽ, അതെ നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയെന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. അത് കഴിഞ്ഞിട്ട് ഒരു വെൺമുകിലിന് മഴ ഇതളേക്കിയ പോന്തിര അഴകനും ഇണയഴകാമൻ അഴകേ. ആ അഴകാണ് ഒരു വെൺമുകിലിന് മഴ ഇതളേകിയ പൂന്തിര അഴകിനും ഇണയഴകാമൻ അഴകേ. ആ അഴകിനോടാണ് രസം. മെഴുനീർ മണി കുളിരിൽ തൂവരുതേ, അതെ മണലിൽ തൂവരുതെന്നാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്. അത്ര സ്ട്രേറ്റ് വേണ്ടാന്ന് എന്നോട് ഭരതേട്ടൻ പറഞ്ഞു. അപ്പൊ കുളിരിൽ തൂവരുതാക്കിയത് ഈ മണലിൽ തൂവരുതെന്നാണ്. അവരൊക്കെ ഇതുപോലെ കവിതയുള്ളവരാണ്. അതാണ് എൻ്റെ പോയറ്റിക് മനസ്സുള്ള ആൾക്കാർ ഇവരൊക്കെ. എൻ്റെ രവിയേട്ടനായാലും ഭരതേട്ടനായാലും ഒക്കെ അതെ, ദാസേട്ടനായാലും അതെ, ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണ്. അതെല്ലാം അവരുടെ ആ പാടാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം അങ്ങ് വരും. ഇപ്പം നിങ്ങൾ പഴയ പാട്ട് കേട്ടോ, അതിങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പെർഫെക്ഷൻ ആയിരിക്കും. ദാസേട്ടൻ്റെ പാട്ടുകൾ പെർഫെക്റ്റാണ്, അത് തൊട്ടാനൊക്കില്ല. ഇന്നിപ്പോൾ എല്ലാം പിച്ച് നേരെയാക്കാനും എനിക്ക് സൗകര്യം ഉണ്ടല്ലോ, അന്നതൊന്നുമില്ലല്ലോ, പാടിപ്പോയാൽ പോയി. താഴ്വാരത്തിലെ ഭരതൻ സാറിൻ്റെ കണ്ണെത്താ ദൂരെ അതെ ഭയങ്കര രസമുള്ളൊരു പിന്നെ ഒരു മർമ്മരം പോലെ തന്നെയാണ്. അതെങ്ങനെയാ ടോണും ഈ പറയുന്ന മർമ്മരവും ഒരുമിച്ച് വന്നതെന്നുള്ളതാണ്. എന്നോട് പറഞ്ഞിരുന്നു ഈ ഭരതേട്ടൻ അതൊരു അമേരിക്കൻ സാക്സോഫോണിൻ്റെ ഒരു ടോണാണ്. ഏതോ ഒരു നികുതി വായിച്ചിട്ടുള്ള സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിരുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ അതിങ്ങനെ പാടാം മൂടാം, നിങ്ങൾ എഴുതിക്കോ. തനന്ന തന തനനാന ഒരു താഴ്വാരത്തിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതാണ് കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ. പിന്നെ ബാക്കി നമ്മൾ കൊണ്ടുവന്നു കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിന് മർമ്മരം. അങ്ങനെ ആ മർമ്മരൊക്കെ അതുപോലെ. അത് ഉത്രാളിക്കാവിൽ പൂരാണ്. അപ്പോൾ അതാണ് കാവിൽ കൊണ്ടാടും മേളം, അതൊക്കെ അവിടെ നിന്ന് കേൾക്കുക. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പകൽ ബഹളമൊന്നുമില്ല ഉണ്ടാവില്ല. റെയിലിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, കുറേ വെറുതെ നടന്ന് പോകുമ്പോഴാണ് പാട്ട് എഴുതുന്നത്. അങ്ങനെ ഇങ്ങനെ ട്യൂൺ പറയും താനന്ന താന. അത് കഴിഞ്ഞിട്ട് താനന്ന താനന്നാന താനന്നാന താനന്ന തനതാന താന. ഇങ്ങനെ ഇതൊക്കെ ഭരതൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ കൂരാറ്റകൾ ഇക്കിടി മൂടും വെള്ളിമുളം കൂട്ടിനുള്ളിൽ ഉഷസ്സിൻ്റെ എൻ്റെ പാരാവാരം എന്നൊക്കെ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഞങ്ങളത്. ഒത്തിരി പടങ്ങളുണ്ട്. അയ്യോ അതേ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അയ്യോ അതിനു മുമ്പ് ഞാൻ 1-2 ഈ മണ്ണിന്റെ ഏറ്റവും വലിയ ആളാണ്. അതെ അതെ അതെ